അനുമതിയില്ലാതെ ശിശു സംരക്ഷണ കേന്ദ്രം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്ന് മലയാളി വൈദികനായ അനിൽ മാത്യുവിനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായ അദ്ദേഹത്തെ കോടതി 2 ആഴ്ചത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയച്ചു. CMI സഭാംഗമായ ഫാദർ അനിലിനെതിരെ മതപരിവർത്തനത്തിന് ശ്രമിച്ചുവെന്ന കുറ്റവും ചുമത്തിയിട്ടുണ്ട്. ഭോപ്പാലിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ താരസവാനിയയിലാണ് വൈദികന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. ഇവിടെയുണ്ടായിരുന്ന 68 അന്തേവാസികളിൽ 26 പേർ വീടുകളിലേക്ക് മടങ്ങിയിരുന്നു. ഇതിനിടെ കുട്ടികളെ കാണാതായെന്ന ആരോപണം ഉയരുകയായിരുന്നു. ആരോപണത്തെ തുടർന്ന് ജില്ലാ പ്രോഗ്രാം ഓഫീസർ പരിശോധന നടത്തുകയും ശിശു സംരക്ഷണ കേന്ദ്രത്തിന് അനുമതിയില്ലെന്ന റിപ്പോർട്ട് പോലീസിന് നൽകുകയുമായിരുന്നു. ഇതിനു പിന്നാലെ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സണും സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അംഗങ്ങളും കേന്ദ്രത്തിൽ പരിശോധന നടത്തുകയും കേന്ദ്രത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് CMI പ്രൊവിൻഷ്യൽ ഫാദർ ജോൺ ഷിബു പള്ളിപ്പാട്ട് അറിയിച്ചു. ശിശു സംരക്ഷണ കേന്ദ്രമല്ല, മറിച്ച് പെൺകുട്ടികൾക്കായുള്ള ഹോസ്റ്റലാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. രക്ഷിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും രേഖാമൂലമുള്ള അനുമതിയോടെയാണ് കുട്ടികളെ ഹോസ്റ്റലിൽ പ്രവേശിപ്പിച്ചിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം പെൺകുട്ടികളുടെ ഹോസ്റ്റലായി വകുപ്പിൻ്റെ പോർട്ടലിൽ ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി.